യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മുഖമടച്ച് ഇടികിട്ടിയതിന് സംസാരിക്കാൻ നിവൃത്തിയില്ലാതായി ഇല്ല സാറേ. അയ്യോ കർമ്മഫലം എന്ന് പറയൂ ഇതിന്. അല്ലെങ്കിലും ഇനി നിങ്ങൾ സംസാരിക്കുന്ന കാലമല്ല വരാൻ പോകുന്നത്. നിങ്ങളുടെ കഴിഞ്ഞുപോയ ജീവിതകാലം മുഴുവൻ ആലോചിച്ചത് എങ്ങനെ എന്റെ ആന്റിയുടെയും അങ്കിളിന്റെയും കുടുംബം തകർക്കാമെന്നുള്ളതായിരുന്നില്ലേ? നന്ദഗോപനോട് പ്രതികാരം തീർക്കാൻ, അയാളുടെ കുടുംബത്തെ ഇല്ലാതാക്കാന്നുള്ളതായിരുന്നില്ലേ നിങ്ങളുടെ പ്ലാൻ? നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഉപയോഗിച്ചത് നിങ്ങളുടെ ഔദ്യോഗിക പദവിയാണ്. കമ്മീഷണർ എന്ന നിലയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഗുണ്ടകളെ വെച്ച് പലതും ആസൂത്രണം ചെയ്തു. അങ്കിളിന്റെ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ അങ്കിളിനെതിരെ ആളെ കണ്ടെത്തി. അവസാനം എല്ലാവരും പിടിക്കപ്പെട്ടപ്പോഴും നിങ്ങൾ സമർത്ഥമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയത് നടക്കില്ല. നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ആദ്യ ശിക്ഷ ഈ കമ്മീഷണർ പദവി ഇല്ലാതാക്കുക എന്നുള്ളതാ. കേട്ടോ? ഔദ്യോഗികതയുടെ ആലഭാരങ്ങൾ ഇനി നിങ്ങൾക്ക് ഇല്ലാതാക്കുക. കാലങ്ങളായി നിങ്ങള് മയക്കുമരുന്നിന് അടിമയാണെന്നും മനോരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമായി കഴിഞ്ഞു. യൂണിഫോം ഇല്ലാത്ത പോലീസുകാരൻ വിഷപ്പല്ല് പറിച്ച പാമ്പിനേക്കാളും ദുർബലനാണ് കമ്മീഷണറെ. നിങ്ങൾക്കുള്ള സസ്പെൻഷൻ ഓർഡർ ഉടനെ തന്നെ മെയിലെത്തും. എന്ത് ഗതി, നിങ്ങൾ അതും വാങ്ങി വീട്ടിൽ പോയി ഇരിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. നന്ദൻ അങ്കിളിനെ കുത്തി പരിക്കേൽപ്പിച്ച കുറ്റത്തിന് നിങ്ങളെ ഞാൻ ജയിലിൽ അടച്ചിരിക്കും ഹേമേന്ദ്ര. ഇനി കുറച്ചു കാലം നിങ്ങൾ അകത്ത് കഴിഞ്ഞാൽ മതി. പിന്നെ നിങ്ങളെ പിരിക്കാൻ തീരുമാനിച്ച കുടുംബമില്ലേ, അവര് താഴെ നിൽപ്പുണ്ട്. നടക്കാൻ കഴിയുമെങ്കിൽ ആ ജനലിൽ കൂടി നോക്കിയാ കാണാം. പറയട്ടെ? അയ്യോ അയ്യോ അയ്യോ. അജുവേട്ട ആരാ ഹോസ്പിറ്റലില്? അത് ഒരു കക്ഷിയാ. ഒരു കേസിന്റെ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. വെറുതെ അല്ല ആദ്യം ഇവിടെ വന്നേ. ജോലിയുടെ കാര്യമാണല്ലോ അല്ലേ? ജോലിയാണ് ദൈവം കേട്ടിട്ടില്ലേ? നമുക്ക് പോ. വാമേ.
അമ്മൂമ്മ നന്നായി തൊഴുന്നുണ്ടല്ലോ. ഏറെ നേരം കണ്ണടച്ചെന്ന് എന്താ പ്രാർത്ഥിച്ചേ? എന്റെ മക്കളുടെ നന്മയല്ലാതെ എന്താ എനിക്കിനി പ്രാർത്ഥിക്കാനുള്ളത്? അതുപോട്ടെ, എന്നാ നിങ്ങളുടെ യാത്ര? അത് ശരിയാണല്ലോ, കുറെ നാളായല്ലോ പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ഇനി എന്നത്തേക്കാ അത്? ആ കുറെ മുമ്പ് പുറപ്പെടേണ്ടതായിരുന്നു. അപ്പോഴാ അച്ഛമ്മ കുറച്ചു ദിവസം ഞങ്ങൾ വീട്ടിൽ തന്നെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞത്. അന്ന് തന്നെ അച്ഛമ്മ പൊയ്ക്കോളാനും പറഞ്ഞതാ. അല്പം കൂടി കഴിയട്ടെ എന്ന് ഞാനാ പറഞ്ഞ്. എന്നാ മക്കൾ ഇനിയും വൈകിക്കണ്ട, അതങ്ങ് നടക്കട്ടെ. ആ നമുക്ക് ആലോചിക്കാം. അതെ, ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നടക്കണം. അല്ലെങ്കിൽ പിന്നെ അത് പല കാരണങ്ങളാൽ നീണ്ടുപോകും. അത് ശരിയാ അർജുൻ. അതെ, നിങ്ങളുടെ പ്ലാൻ ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത്. എല്ലാ സ്ഥലങ്ങളിലും റിസോർട്ടും മറ്റും ഞാൻ അറേഞ്ച് ചെയ്തോളാം. അയ്യോ അങ്ങള് അതൊന്നും വേണ്ടെങ്കിലേ. അല്ല, അതെന്റെ ഉത്തരവാദിത്തമായിട്ട് കണ്ടാ മതി. ഒരു ഫേവറായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. അതല്ല അങ്ങളെ, എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാ. ഇനി ഡേറ്റ് കൺഫേം ആക്കുക വേണ്ടു. ആയിക്കോട്ടെ, പക്ഷേ പേയ്മെന്റ് ഞാൻ അടച്ചോളാം. ദേ, ഒരു അച്ഛൻ എന്ന രീതിയില് നമുക്ക് രണ്ടുപേർക്കുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അച്ഛൻ കിട്ടുന്ന ആദ്യത്തെ അവസരമല്ലേ? ഓ, എങ്കിൽ പിന്നെ അത് ഉപയോഗിക്കട്ടെ അജുവേട്ടാ. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാ നമുക്ക് ഇറങ്ങാം. അല്ല, കാറിലല്ലേ നിങ്ങൾ പോകുന്നേ? അതെ അങ്കിൾ, സൗത്ത് മുഴുവൻ കാറിൽ തന്നെ. പിന്നെ ഗോവയിൽ ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോ ആ ഡേറ്റ് കൂടെ തന്നേക്ക്. ടിക്കറ്റ് ഞാൻ തന്നെ എടുത്തോളാം. ഓ, ഈ അങ്കിളിന്റെ ഒരു കാര്യം. നമുക്കിറങ്ങാം. ശരി, നിങ്ങൾ നടക്ക്, ഞാനിപ്പോ വരാം. ഓ, പോവാ. വാച്ചാ.